എല്ലാവർക്കും ദീപാവലി ആശംസകൾ. നോർത്ത് ഇന്ത്യയിൽ പ്രത്യേകിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷമെന്ന് പറയുന്നത് ദീപാവലി ആഘോഷമാണ്. ദീപാവലി ആഘോഷം വളരെ വിപുലമായ രീതിയിലാണ് നോർത്ത് ഇന്ത്യക്കാർ കൊണ്ടാടുന്നത്. എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ഫാമിലി സർക്കിളിലായാലും ശരി, ഇൻഡിവിജ്വൽ ഓരോ വ്യക്തി ജീവിതത്തിലായാലും ശരി, മാത്രമല്ല സ്ഥാപനങ്ങളിലായാലും ശരി, മൊത്തത്തിൽ സമൂഹത്തിൻ്റെ വളരെ വിപുലമായിട്ടുള്ളൊരു ആഘോഷമാണ് ദീപാവലി. അത് ഒരാഴ്ചയോളം നീണ്ടു നിൽക്കുന്ന ഒരു ആഘോഷമാണ്. നമ്മുടെ നാട്ടിൽ ഓണം ആഘോഷിക്കുന്നത് പോലെ തന്നെയാണ് ഇവിടെ ഇവിടുത്തുകാർക്ക് ദീപാവലി ആഘോഷം. നമ്മുടെ ആഘോഷങ്ങളെല്ലാം തന്നെ നമ്മളുടെ സംസ്കാരം ഓരോ വ്യക്തികളിലേക്കും സന്നിവേശിപ്പിക്കുക വഴി സമൂഹത്തിലെ ഐക്യവും ഉണർവും ഊട്ടിയുറപ്പിക്കുക എന്നുള്ളതാണ്. ത്രേതായുഗത്തിൽ ജീവിച്ചിരുന്ന ഭഗവാൻ ശ്രീരാമചന്ദ്രൻ അദ്ദേഹത്തിൻ്റെ പത്നിയായിരുന്ന സീതാദേവിയെ രാക്ഷസ-വീരനായിട്ടുള്ള രാവണൻ ലങ്കയിലേക്ക് തട്ടിക്കൊണ്ടുപോവുകയും അങ്ങനെ സീതാദേവിയെ വീണ്ടെടുക്കാൻ ശ്രീരാമചന്ദ്രൻ ലങ്കയിൽ പോയി ഈ രാവണനെ വധിക്കുകയും പിന്നീട് അദ്ദേഹം സീതാദേവിയെയും കൊണ്ട് നമ്മുടെ ഭാരതത്തിൽ എത്തുന്ന ആ ഒരു ദിവസമാണ് ദീപാവലി ദിവസം എന്ന് പറയുന്നത്. അപ്പോൾ ശ്രീരാമചന്ദ്രൻ ഭാരതത്തിലേക്ക് സീതാദേവിയെയും കൊണ്ട് വന്ന ആ ദിവസം ഭാരതത്തിലുടനീളം ഭഗവാന് വേണ്ടിയിട്ടുള്ള ഈ അർച്ചനയും മറ്റു കാര്യങ്ങളിലും നാട് മുഴുവൻ ഈ അദ്ദേഹത്തിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടിയിട്ട്, ഭഗവാന്റെ അനുഗ്രഹത്തിന് വേണ്ടിയിട്ട് എല്ലാവരും ആഘോഷിക്കുകയാണ്. എത്രയോ വർഷങ്ങൾ, യുഗങ്ങൾ കഴിഞ്ഞു, എന്നാലും നമ്മളുടെ ആചാര അനുഷ്ഠാനങ്ങളെല്ലാം തന്നെ അതുപോലെ നിലനിർത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടുള്ള കാര്യം. ദീപാവലി ആഘോഷം എന്ന് പറയുമ്പോൾ ധൻതെരാസ്, ചോട്ടി ദീപാവലി, ദീപാവലി, ഗോവർദ്ധന പൂജ, ഭയ്യാദൂജ്, അതുപോലെ ഛഠ് പൂജ, ഇതെല്ലാം അടങ്ങിയതാണ് ദീപാവലി ആഘോഷം എന്ന് പറയുന്നത്. എല്ലാവരും തന്നെ വീട്ടിൽ രംഗോലി വരയ്ക്കുകയും അതുപോലെ ചരാതുകളിൽ ദീപം കത്തിക്കുകയും പൂജ നടത്തുകയും അതുപോലെ തന്നെ പടക്കം പൊട്ടിക്കുകയും പുതിയ വസ്ത്രങ്ങൾ അണിയുകയും ഇങ്ങനെ വിവിധങ്ങളായ തരത്തിലാണ് ദീപാവലി ആഘോഷങ്ങൾ ഇവിടുത്തുകാർ കൊണ്ടാടുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ പരിപാവന സമയത്ത് ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ദീപാവലി ആശംസകൾ.